വിശുദ്ധ ലൂക്കാസ് സുവിശേഷം അധ്യായം 14. അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഫരിസേയ പ്രമാണിയിൽ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു മഹോദര രോഗി ഉണ്ടായിരുന്നു. യേശു നിയമജ്ഞരോടും ഫരിസേയരോടുമായി ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ അല്ലയോ? അവർ നിശബ്ദരായിരുന്നു. യേശു അവനെ അടുക്കൽ വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു. അനന്തരം യേശു അവരോട് ചോദിച്ചു, സാബത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവരായി നിങ്ങളിൽ ആരാണുള്ളത്? മറുപടി പറയുവാൻ അവർ കഴിഞ്ഞില്ല. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സാബത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഫരിസേയൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുന്ന യേശു അവിടെ ശ്രദ്ധിച്ചത് അവിടെ രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ കഷ്ടതയാണ്. അപരൻ്റെ നൊമ്പരങ്ങളിൽ വേദനയിൽ അലിവ് തോന്നുന്ന ഒരു ദൈവം. യേശു എവിടെ എത്തിച്ചേർന്നാലും യേശു കാണുന്നത് മറ്റുള്ളവരുടെ നൊമ്പരപ്പെടുന്ന അനുഭവങ്ങളെയാണ്. ഉടനെ യേശു അവർക്ക് വേണ്ടി നിലകൊള്ളുകയും അവർക്ക് സൗഖ്യവും ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ഭക്ഷണത്തിൻ്റെ സന്തോഷപരമായ അനുഭവങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ വേദനയിൽ വേദനിക്കുമ്പോൾ രോഗത്തിൻ്റെ ദുരനുഭവങ്ങൾ അവനെ സങ്കടപ്പെടുത്തുമ്പോൾ ആ സങ്കടം കണ്ട് അവൻ്റെ വേദനയിൽ ഇറങ്ങി വന്ന് അവനെ ആശ്വസിപ്പിക്കുന്ന സൗഖ്യപ്പെടുത്തുന്ന ക്രിസ്തുവിനെയാണ് നാം കാണുക. ക്രിസ്തുവിൻ്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെയാണ്. ആരുമില്ലാത്തവർക്ക് ദൈവം തുണയായി ഉണ്ടാകും. ആർക്കും മനസ്സിലാകാത്ത നിൻ്റെ ദുഃഖവും വേദനയും രോഗവും ക്രിസ്തു അറിയുന്നുണ്ട്. അവൻ തീർച്ചയായും നിൻ്റെ സമീപത്തേക്ക് വരികയും നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്യും. ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ബലം ഇതുതന്നെയാണ്. യേശു ചോദിക്കുന്നു, സാബത്തിൽ രോഗസൗഖ്യം നൽകിയതുകൊണ്ട് എന്തെങ്കിലും പ്രയാസമുണ്ടോ? എല്ലാവരും യേശുവിനെ നിയമം ലംഘിക്കുന്നവനായിട്ടാണ് കണ്ടത്. എന്നാൽ ക്രിസ്തു നന്മ ചെയ്യുന്നത് നിയമലംഘനമായി കാണുന്നില്ല. സാബത്ത് നല്ലത് തന്നെയാണ്, ദൈവത്തിൻ്റെ വിശുദ്ധമായ ദിനമാണ്. എന്നാൽ ആ ദിനം മനുഷ്യർക്ക് നന്മ ചെയ്യുവാനുള്ള ദിവസമാണെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ ദിനവും അവരിന് നൽകപ്പെടേണ്ട നന്മ നാം നൽകുമ്പോൾ, അവരോട് കാണിക്കേണ്ട കരുണ നാം കാണിക്കുമ്പോൾ തീർച്ചയായും സാബത്ത് ആചരണം അനുഗ്രഹമായി മാറുകയാണ് ചെയ്യുക. സാബത്ത് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ദിവസമാണ്. അങ്ങനെയെങ്കിൽ നാം ചെയ്യേണ്ട എല്ലാ പ്രവൃത്തിയും ദൈവത്തിന് ഇഷ്ടമുള്ളതാകണം, ദൈവത്തിൻ്റെ തിരുമനസ്സാകണം. ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തിയാണ് നാം ചെയ്യേണ്ടത്. അതെ, ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനാണ്, സഹായിക്കുവാനാണ്, ചെയ്യാൻ കഴിയുന്ന നന്മ അവരിന് വേണ്ടി ചെയ്യുവാനാണ്. അന്ത്യദിനത്തിൽ സ്വർഗം നമ്മോട് ആവശ്യപ്പെടാൻ പോകുന്നതും അതുമാത്രമാണ്. അതുകൊണ്ട് തന്നെ സാബത്തിൻ്റെ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും അത് ദൈവത്തിരുസന്നിധിയിൽ പ്രീതിജനകമായി തീറ്റാനും കഴിയുമെന്ന് യേശു പഠിപ്പിക്കുന്നു. ക്രിസ്തു നൽകുന്ന മഹനീയമായ മാതൃകയും കൃപയുടെ പാഠവും സ്വന്തമാക്കി നമുക്കും സാബത്തിൻ്റെ വിശുദ്ധി നന്മയുടെ ദിനങ്ങളാക്കാം. ചെയ്യുവാൻ കഴിയുന്ന നന്മ അർഹതപ്പെട്ട ഓരോ വ്യക്തിക്കും നാം ചെയ്യുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയും നിത്യപിതാവിൻ്റെ സന്നിധിയിൽ എത്തുവാൻ നമ്മൾ യോഗ്യരായി തീരുകയും ചെയ്യും. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.